എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 1-2 അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന വലിയൊരു അപ്ഡേറ്റാണ്. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യാമെന്നുള്ളതാണ് ആ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് നമുക്കിതിൽ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യം കാണുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യം കാണുന്ന പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ആദ്യം തന്നെ നിങ്ങൾക്കിവിടെ കാണാമെന്നാണ് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു പുതിയ ഫീച്ചർ ഇവിടെ കാണാവുന്നതാണ്. ഹൂ ക്യാൻ സീ വെൻ ഐ എം ഓൺലൈൻ എന്ന് പറഞ്ഞ് ഇവിടെ 2 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എവരി വണ്ണും രണ്ടാമത് സെയിം ആസ് ലാസ്റ്റ് സീനും. എവരി വൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അതായത് സെയിം ആസ് ലാസ്റ്റ് സീൻ, അതായത് സെയിം ആസ് ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് സീൻ ആരൊക്കെ കാണരുതെന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് നിങ്ങൾ ഓൺലൈൻ വരുന്നത് കാണത്തില്ലെന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൂ ക്യാൻ സീ മൈ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മൈ കോൺടാക്ട്സ് എക്സെപ്റ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പുതിയതായിട്ട് ആളുകളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ലാസ്റ്റ് സീനും ഓൺലൈൻ പിന്നീട് കാണുന്നതല്ല. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളൊരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഉടനെയാണ് നിങ്ങൾ ഓർക്കുന്നത് അയ്യോ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഉടനടി തന്നെ തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മെസ്സേജ് സെലക്ട് ചെയ്യുക. ആ ഒരു മെസ്സേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിലീറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് പ്രസ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് താഴെ ഒരു പോപ്പ് മെസ്സേജ് കാണിക്കുന്നതാണ് അൺഡു എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു അൺഡു എന്ന് പറഞ്ഞ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡിലീറ്റ് ആയ മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ആ താഴെ കാണിക്കുന്ന അൺഡു എന്ന് പറഞ്ഞ ഒരു പോപ്പ് മെസ്സേജ് വളരെ സെക്കൻഡുകൾ നേരത്തേക്ക് മാത്രമേ അത് കാണത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾ അൺഡു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മെസ്സേജ് തിരിച്ചു കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാവുന്നതല്ല. ഡിലീറ്റ് ഫോർ മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ തിരിച്ചെടുക്കാവുന്നുള്ളത്. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ അഡ്മിനായിട്ടുള്ളവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു മെസ്സേജുകൾ വന്നാൽ അല്ലെങ്കിൽ ഗ്രൂപ്പിന് ചേരാത്തതായിട്ടുള്ള ഏതെങ്കിലും മെസ്സേജുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാതെ തന്നെ ആ ഗ്രൂപ്പിലുള്ള അഡ്മിന് അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു പുതിയൊരു ഫീച്ചറും കൂടി ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.